അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ദുരന്തർ 2 സിനിമ. ലൈറ്റും കൂടെ ഇടാം, കുറച്ചുകൂടെ വെട്ടം വരട്ടെ എന്ന്. ലൈറ്റ് ആ എല്ലായിടത്തും വെളിച്ചം വന്നു. സോ ഞാൻ ഈ സിനിമ ഞാൻ റിവ്യൂ ചെയ്യൂല, കാരണം എല്ലാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളായിട്ട് സ്പെഷ്യൽ പക്ഷെ പറയണം എന്നുണ്ട്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഒരു റിട്രീറ്റ് ആണ് ഈ സിനിമ തന്നിട്ടുള്ളത്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ആദിത്യദർ, നിങ്ങളെ കണ്ട് കേരള സ്റ്റോറിയുടെ സംവിധായകൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അസോസിയേറ്റോ അസിസ്റ്റന്റോ ആയിട്ട് നിങ്ങൾ പോയി പഠിക്കുക. ദിസ് ഈസ് എ ബെസ്റ്റ് എവർ പ്രൊപ്പഗാൻഡ മൂവി. ഇത് പ്രൊപ്പഗാൻഡ മൂവി അല്ല എന്ന് പറയുന്നവരുണ്ടാവും, പക്ഷെ തീർച്ചയായിട്ടുമാണ്. നമ്മുടെ ചരിത്രത്തിനൊരു ഒരു എന്താണ് ഒരു റിപ്പിറ്റേറ്റീവ് മോഡുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേറ്റിലോട്ട് ഒരു രാജ്യം പോകുന്ന സമയത്ത് ഇനി എന്നെ പിടിച്ച് കമ്മിയോ കോങ്ങിയോ സുഡാപ്പിയോ ആക്കിയാലും കുഴപ്പമില്ല, ഞാനൊരു എക്സംഖ്യയാണ്. അത് ഞാൻ പറയുന്നു, ഞാനൊരു എക്സംഖ്യയാണ്. ബട്ട് ഞാൻ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരാളാണ്. എന്നെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിമർശനാത്മകമായി സംസാരിക്കും. കാരണം ഇതൊരു പ്രൊപ്പഗാൻഡ മൂവിയാണ്. ഇതിന് കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മളെ നാസി പാർട്ടി ഈ ജർമ്മനിയിൽ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ഈ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗീബൽസിയൻ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, രാഷ്ട്രീയക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോ ഈ ഗീബൽസിന്റെ ഒരു വിങ് തന്നെ ഉണ്ടായിരുന്നു, സിനിമ വഴി പ്രൊപ്പഗാൻഡ എത്തിക്കുക. നാസി റെജീം എന്താണോ ഉദ്ദേശിച്ചത്, അവര് ഉദ്ദേശിച്ച കാര്യങ്ങള് എങ്ങനെ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊപ്പഗാൻഡ സിനിമ വിങ് തന്നെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എതിർത്ത് സംസാരിച്ചിട്ടുള്ള ആൾക്കാരെ ഒന്നിൽ ഡീപ്പോർട്ട് ചെയ്യുകയോ അവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ മരിച്ചു പോവുകയോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ദിസ് മൂവി ഈസ് എക്സലന്റ്ലി വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ ദുരന്തർ 2. ദുരന്തർ ഫസ്റ്റ് ഞാൻ കണ്ടതാണ്, ബട്ട് ദുരന്തർ 2 ഇറ്റ്സ് എ മാർവലസ് മൂവി ആൻഡ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് പ്രൊപ്പഗാൻഡ മൂവി. അപ്പോ അതിന്റെ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിട്ട് പോലും നമുക്ക് ബോർ അടിക്കാതെ നമ്മൾ കാണാൻ കാരണം അതിന്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്ത ആളാരാണെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും അതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയ ആളെന്നുള്ള രീതിയിൽ ആദിത്യദർ നിങ്ങൾ ചെയ്തത്, യു ആർ എ ബ്രില്യൻ മേക്കർ. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മാര്, അങ്ങനത്തെ ഒരു സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണണം. പക്ഷേ കാണുമ്പോൾ ഇതൊരു രാഷ്ട്രീയത്തിന്റെ മാത്രം ചായവിൽ നിന്നുകൊണ്ട് ഒരു വിമർശനാത്മകമായ രീതിയിൽ കാണുക. തൊടാതെ ഒന്നും വിഴുങ്ങരുത്. ഇതിൽ പല കാര്യങ്ങളും ഇവര് ഫാക്റ്റുകളെ മറച്ചുകൊണ്ട് ഒരു ഫിക്ഷൻ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഇതെല്ലാം അറിഞ്ഞിട്ടാണ്. ഞാൻ മാത്രമല്ല, ഇതിനൊക്കെ തെളിവുകളുണ്ട്. തെളിവുകൾ തരാനൊന്നും വയ്യ, അതൊക്കെ നിങ്ങൾ തപ്പിയെടുത്തു. ഇപ്പൊ നമുക്ക് എല്ലാം നമുക്ക് അജൈലായിട്ട് എല്ലായിടത്തും കിട്ടുന്ന, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് ആർക്കും ഒന്നും ഐഡിയ ചെയ്തൊന്നും വയ്ക്കാൻ പറ്റൂല, എങ്ങനെയെങ്കിലുമൊക്കെ അത് കിട്ടും. ഞാൻ പറയാൻ വന്നത്, ഈ സിനിമ കാണുക. അബ്സല്യൂട്ട്ലി ഇറ്റ്സ് എ ജെം. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, കാണുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമ അതേതായിരുന്നു, പ്രൊപ്പഗാൻഡ മൂവി, നമ്മുടെ മറ്റേ സിനിമ കേരള സ്റ്റോറി സംവിധായകൻ നിങ്ങൾ നേരിട്ട് ആദിത്യദറിനെ പോയി കാണുക, പഠിക്കുക. ഇങ്ങനെയാണ് ഒരു സിനിമ എടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു പ്രൊപ്പഗാൻഡ സിനിമ എടുക്കേണ്ടത്. പോയി അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുക, പഠിക്കുക. ഒരു നല്ല സിനിമ, അതുപോലത്തെ ഒരു സിനിമ നിങ്ങൾക്കും എടുക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. സോ ദിസ് ഈസ് ഫോർ ടുഡേ. ഇനി എന്നാണോ വീഡിയോ ഇടുന്നത് എന്റെ മനോഭാവം പോലെ ഇരിക്കും. മടി ഉണ്ടെങ്കിൽ ഞാൻ ഇടൂല. നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ് വാച്ച്.